أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشهداء لنا بهذا المحضر وتأتي في بنظرة تأتي لنا بالغفر. ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുക, മുസ്ലിം അല്ല, സാധാരണ മനുഷ്യൻ ചിന്തിക്കുകയാണ്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായിട്ട് കുറേ ആതുര സേവനങ്ങൾ ചെയ്യുന്നു, കുറേ പാവങ്ങളെ പോറ്റുന്നു, വിധവകളെ സംരക്ഷിക്കുന്നു, പൈസ ചെലവാക്കുന്നു. അപ്പോൾ നമ്മൾ ഓനെ പറ്റി എന്താ പറയാ, മുർത്തദിനെ പറ്റി എന്താ പറയാ? ഈ കാഫിറിനെക്കാളും മോശ ആളല്ലേ മുർത്തദ്, അല്ലേ? അപ്പൊ മുർത്തദിനെ പറ്റി നമ്മൾ പറയും കാഫറിനേക്കാളും മോശം. അപ്പൊ ഈ മുസ്ലിം അല്ലാത്ത ഇയാൾ പറയില്ലേ, അങ്ങനെ ഇപ്പൊ എന്നെക്കാളും മോശമാവോ, എന്നെക്കാളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനല്ലേ? ആ യുക്തി കൊണ്ട് നീച്ചോക്കെ. അപ്പൊ ഇസ്ലാമുള്ള ആൾക്ക് ഈ സാധനം ഉൾക്കൊള്ളാൻ പറ്റില്ല. അതായത് ഈ ശരീഅത്തിന്റെ ലോകത്തുള്ള ആളുകൾക്ക് അവന്റെ പോനുങ്ങൾ പുറത്താകുമ്പോഴത്തേനെ പോൻ ഇസ്ലാം പിന്നെ എന്താ പറയുക, ഈമാൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ പിന്നെ ആ ഈമാന്റെ അവസ്ഥയിലെത്തിയ ആളുകൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആലോചിക്കുക, ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമുക്കൊക്കെ അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാല്, അള്ളാഹിനെ പറ്റി സംശയമില്ലാത്തൊരവസ്ഥ നമ്മളെ ഹൃദയത്തിലൊക്കെ ഉണ്ടാക്കി തരാമെന്നാണ് അള്ളാഹിന്റെ ഭയങ്കര ഒരു സൗഫീഖാണ്. നമ്മൾ കുറെ ബാത്ത് ചെയ്തുകൊണ്ടും കാര്യമില്ല. നമ്മൾ ആലോചിക്കേ, നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി, എന്തിനാ അപ്പൊ അള്ളാഹ് ചെയ്യുന്നത്? ആരെയാ അള്ളാഹ്? ഇപ്പൊ ആരപ്പന്നെ അള്ളാഹ് ഉണ്ടാകും? ഇപ്പൊ നാളെ അള്ളാഹ് ഉണ്ടോ? അപ്പോൾ അള്ള ഈ സമയവും കാലവും ഇതിന്റെ അപ്പുറത്തെന്നൊക്കെ പറയാം, എന്താണ് ആ അവസ്ഥ എന്നൊക്കെ നമ്മൾ അള്ളാഹിനെ പറ്റി ചോദ്യം ചെയ്യാൻ നോക്കിയൊക്കെ ഒരു സെക്കൻഡ് പോലും വേണ്ട ഈമാൻ നഷ്ടപ്പെട്ടു, അല്ലേ? നമ്മൾ ഓരോ നിമിഷവും നമുക്ക് നമ്മൾ അള്ളാഹിനെ പറ്റി ചോദ്യം ചെയ്യുന്നില്ല. നമ്മളിപ്പോ അള്ള ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിക്കുന്നില്ലല്ലോ. അത് അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ റഹ്മത്താണ്. എന്നാല് നമുക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോവാൻ, നമ്മൾ നിഷ്കരിക്കും നോമ്പൊക്കെ ചെയ്യുന്ന ഓനാണല്ലോ ഈമാൻ നഷ്ടപ്പെട്ടു. ഈമാൻ നഷ്ടപ്പെടാൻ അതിന് അധികം സമയം വേണ്ട. ഓൻ ത്വരീക്കത്തൊക്കെ വിട്ട് പോകുന്നതോട് കൂടി ഓന്റെ ചോദ്യത്തിൽ എന്തുണ്ടാവാറ്, ഹൃദയത്തിൽ അള്ളാഹു ഒരു ചോദ്യം കിട്ടും, നീ എന്തിനാ അതൊക്കെ ചെയ്യണം? അപ്പൊ നിഷ്കരിക്കണ്ടോ? അല്ല, ഞാൻ എനിക്ക് എന്തൊക്കെ വേണ്ടി നാളെ പ്രതിഫലം അള്ളാഹ് തരും. അപ്പൊ അള്ളാഹല്ലേ പറഞ്ഞ എനിക്ക് കാരുണ്യം കൊണ്ട് നാളെ പിന്നെ സ്വർഗത്തേക്ക് കടത്തുന്നുള്ള പ്രതിഫലം ഇല്ല, ശരിയാണല്ലോ. പിന്നെ ഞാൻ എന്തിനാ നിഷ്കരിക്കുന്നത്? അപ്പൊ ഒരാള് പാപം ചെയ്യുന്നതാണ്, അപ്പൊ പെട്ടെന്ന് മൂപ്പർക്ക് തെറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ തെറ്റ് ചെയ്യാൻ കഴിവ് തന്നു അള്ളാഹു തന്നെയല്ലേ, അപ്പൊ അള്ളാഹു അല്ലേ ഇതൊക്കെ ചെയ്തത് എന്ന് തുടങ്ങിയിട്ട് എല്ലാ ചോദ്യങ്ങളും, ഈ ചോദ്യം കൊണ്ട് അവനാകെ ഭ്രാന്താവും. ഈ ഒരൊറ്റ ചോദ്യം മതി ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ. അപ്പൊ ഈമാൻ എന്ന സാധനം നമ്മളെ ഹൃദയത്തിൽ ഇങ്ങനെ വെക്കുക എന്ന് പറയുന്നത് അള്ളാഹിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ റഹ്മത്താണ്. ആ റഹ്മത്ത് അള്ളാഹ് അങ്ങോട്ട് ഊരിക്കളയും എപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിന് ഒരാൾ നിശ്ചയിച്ചാൽ. അപ്പൊ ആരെങ്കിലും ഇപ്പൊ അമ്മത്തിജാതങ്ങൾ നിഷേധിക്കാന്ന് വെച്ചാൽ അമ്മത്തിജാതങ്ങൾ നിഷേധിക്കുന്നത് ആരെ നിഷേധിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുന്നത്. ആരെങ്കിലും നമ്മൾ ഇവിടുത്തെ സിൽസിലൊക്കെ എന്തോ പ്രശ്നമുണ്ട്. എന്താ പറയാ, സിൽസില പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ? ഈ കണ്ണിക്കാണല്ലോ പറയാ സിൽസില. ഇപ്പൊ നമ്മളിവിടെ ആർക്കും ബയ്യത്ത് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നല്ലാതെ നമ്മളൊക്കെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയ്ഖുൽ ഹൈരി തങ്ങളെയാണല്ലോ പറയല്. നമ്മളെല്ലാവരും ഷെയ്ഖുൽ ഹൈരി തങ്ങളാണ്. അപ്പോ സിൽസില പറഞ്ഞാൽ നമ്മുടെ സിൽസില ആരാള്? ഷെയ്ഖുൽ ഹൈരി തങ്ങളും ഇബ്രാഹിം തങ്ങളും, രണ്ടുപേരുള്ളൂ. അപ്പോ ഈ ഒരു സിൽസില നല്ല സിൽസില ആവുക എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ഇവര് രണ്ടുപേരും നല്ല നോക്കിയാൽ മതി, വേറെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സിൽസില നമുക്ക് ഭയങ്കര ഗവേഷണം നടത്തണോ? ഈ രണ്ടാളും നല്ല നോക്കിയവർ അങ്ങനെ തന്നെയല്ലേ. ഹദീസിന്റെ സനദ് എങ്ങനെ പരിശോധിക്കല്? ലൈഫാണോ, പിന്നെ ഹസനാണോ, സഹീഹാണോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പരിശോധിക്കല്. അതിന്റെ ഇടയിലുള്ള ആൾക്കാർ വിശ്വസ്തരാണെന്നല്ലേ. ഇതിപ്പോ ഹദീസിന്റെ സനദ് പരിശോധിക്കുന്ന അത്ര പ്രയാസമുണ്ടോ? നമ്മൾ ഈ സനദ് പരിശോധിക്കാൻ ഈ രണ്ടാൾക്കാരെ ഇബ്രാഹിം ആരാണ്? ലോകത്ത് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത പണ്ഡിത. ഒരാളും എതിർത്ത് അഹമ്മദിജാതങ്ങൾ പറയുന്ന പോലെ തന്നെ എല്ലാ ആൾക്കാരും പറയുന്ന ആളാണ്. ഇബ്രാഹിം എതിർത്തിട്ട് ഒരു സുന്നി ഉണ്ടാവും അങ്ങനത്തെ. പിന്നെ ശൈഖുലൈതങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളല്ലേ, ഏതെങ്കിലും ഒരു തെറ്റാരെങ്കിലും എന്നും പറയാൻ പറ്റും. ഏതെങ്കിലും ഒരാള് ശത്രുവിന് പോലും ഒരു കുറ്റം പറയാനില്ലാത്ത ആള്, പിന്നെ എന്താ ഈ സിൽസില മോശം എന്ന് പറയുന്നത്? അപ്പോ ഈ ഒരു കണ്ണിപ്പ് നമ്മൾ പറയട്ടെ, നമ്മൾ റസൂലുള്ളാഹികളെ തങ്ങൾ വരെ പോകുന്ന ഈ സിൽസില ഹക്കാന്ന് പറഞ്ഞ ഇനി വേറൊരാള് സിൽസില ഹക്കാണ് പക്ഷെ എനിക്ക് പറ്റില്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അപ്പോ ഞാൻ എന്തിനെന്നെ അള്ളാഹിന്റെ ബയ്യത്ത് മുറിക്കാന്നല്ലേ അർത്ഥം? എനിക്ക് കാരണം ഉണ്ടാക്കി മുറിച്ച് പോവാന്നല്ലേ അതിന് അർത്ഥമുള്ളൂ. അപ്പം ഇതൊരു
ചെറിയൊരു കാര്യമില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ വേറൊരു കാര്യം കൂടി പറയാം. അഹമ്മദ് ജാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ 25 നിബന്ധനകളിൽ പെട്ട ഒന്നാണ് നമ്മളെ ശൈഖിന്റെ ശത്രുക്കളുമായി നമ്മൾ നല്ല രൂപത്തിൽ പെരുമാറാതിരിക്കൽ. അപ്പോൾ ശൈഖിന്റെ ശത്രു, ഇപ്പോൾ ഈ ഒരു ആശയത്തിൽ നിന്നാണ് സാധാരണ പുത്തൻവാദികളുമായി നമ്മൾ നല്ല സമീപനത്തിൽ നിൽക്കരുത് എന്ന് പറയുന്ന സംഭവം വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പുത്തൻവാദികൾ അങ്ങനത്തെ പുത്തൻവാദികളാണോ എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അതായത് എങ്ങനെ ഒരാള് പരിശുദ്ധമായ ദീനൊക്കെ എന്താന്ന് കറക്റ്റ് അറിയാം, ചെയ്ത അള്ളാന്റെ ഔലിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും ഒക്കെ മാർഗമാണ്, ഇതൊക്കെ നമുക്ക് തസൗഫിന്റെ മാർഗമൊക്കെ അറിഞ്ഞു, ഇതൊക്കെ അറിഞ്ഞിട്ട് മാറിക്കുന്ന ആളുകൾ നേരത്തെ ഈ പറഞ്ഞ വിഭാഗത്തിൽ പോലുള്ള ആളുകളായി. അവിടുന്നാണ് പുത്തൻവാദം മുളയ്ക്കുന്നത് അല്ലേ? ഇതിൽ നിന്ന് മാറി വരുമ്പോഴാണ് പുത്തൻവാദം മുളയ്ക്കുന്നത്. അപ്പോ ആ പുത്തൻവാദികളുമായിട്ടുള്ള നമ്മുടെ സമീപനം എന്താണ്? കാരണം അവർ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലിയാക്കന്മാരുടെയും ശത്രുക്കളാണ്. അപ്പൊ അവരോട് നമ്മൾ എന്ത് വേണം? നല്ല രൂപത്തിൽ നിൽക്കാൻ പാടില്ല. എന്നാൽ അവരെ പിന്തുടർന്ന് നമ്മളെ കാലത്ത് വരെയുള്ള ആൾക്കാർ ഓരോന്നും ഇങ്ങനെ ഈ രൂപത്തിൽ അവരെ പിന്തുടർന്ന ആൾക്കാരാവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏതൊരു നല്ലൊരു മനുഷ്യൻ അവനെന്തൊന്നും നന്നാവണം എന്നൊക്കെ വിചാരിച്ച് നമ്മളൊക്കെ കാണുന്ന ആരെ നമ്മളല്ലേ, നമ്മളെ കണ്ടുകൊണ്ട് നന്നാവണില്ല. ഇപ്പൊ ഏതോ ഒരു നല്ല മനുഷ്യൻ കുറെ ദിക്റും സലാത്തൊക്കെ നടത്തുന്ന ഒരാളുണ്ടായിരുന്നു, എല്ലാം കുറെ ഇബാദത്ത് ചെയ്യുന്ന ആളുണ്ടായിരുന്നു, ഓൻ കുറച്ച് സെൽഫി ചായയുള്ള ആളാണ്, ഓരോ കൂടെ ഇരുന്നപ്പോൾ കുറച്ച് കാലം ഓൻ സെൽഫി നടത്തുന്നത്, അത്രേ ഉള്ളൂ. അതിലൊരു ഓന് ഹക്ക് ഇതാണെന്നോ ബാത്തിലാണെന്നോ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഓനോട് നേരത്തെ ആ സമീപനം ചെയ്യുന്നത് അതേപോലെ സമീപനം അവനോട് ചെയ്യാൻ പറ്റൂല. എന്നാൽ അതേ സമയം ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്യേണ്ട ഓനോട് സമീപനം വരുത്തിയമാണോ? ഞങ്ങളുടെ ആള് ഓനെ അറിയാം, എല്ലാ ഹക്ക് എന്താണെന്നറിയാം, അള്ളാന്റെ ഔലിയാക്കന്മാർ മാർഗമാണ് അവരൊക്കെ പറ്റി അറിയാം, എന്നിട്ട് ഓൻ നിഷേധിക്കണം. അങ്ങനെയുള്ള ആളോട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സമീപനം തന്നെ വെക്കണം. ഓനോട് മിണ്ടാൻ പാടില്ല, ഓന്റെ കൂടെ നിസ്കരിക്കാൻ പാടില്ല. കാരണം ഓനോട് നമ്മൾ ആ നല്ല സമീപനം വെക്കുന്നതോട് കൂടി എന്താ സംഭവിക്കുന്നത്? അവന് എന്തിനാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതൊക്കെ നല്ലതാണെന്ന് പറയാണ്. അതായത് അറിവില്ലാതെ പിന്തുടർന്ന ആൾക്കാരല്ല ഈ പറയണത്. ഇനി അതിന്റെ ഒക്കെ എത്രയോ എക്സ്ട്രീം അല്ലേ അള്ളാന്റെ ഒരു വലിയ ഉറപ്പുള്ള ഒരാള് ആ മാർഗം അതിനൊക്കെ ഒരു കാരണമില്ലാതെ നിശ്ചയിച്ചു പോലെ. അപ്പൊ അവരോട് നമ്മൾ എന്താ സമീപനം വെക്കേണ്ടത്? അവരോട് ഇതേ സമീപനം തന്നെ. കാരണം അത് സമീപനം വെച്ചില്ല എന്താ സംഭവിക്കുക അറിയാം? അവരുടെ ഉള്ളിലൊരു വൈറസ് ഉണ്ട്, അവരുടെ ഉള്ളിൽ ഒരു നഫ്സും വൈറസ് ഉണ്ട്. നമ്മൾ അവരെ കൂടെ ആവുമ്പോൾ അറിയാതെ നമ്മളിലേക്ക് ആ സാധനം വരും. അധികം ഒന്നും വേണ്ട, ഞാനൊരു കാര്യം പറയാം. നമുക്ക് ആ വൈറസ് ഉണ്ടാകാൻ ഒരൊറ്റ കാര്യം മതി. ഇങ്ങനെ ഒരു 100 ആൾക്കാരുണ്ട് വിചാരിച്ചു, ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ മെസ്സേജുകൾ അയക്കുന്നു, ഓരോ എടുത്ത് പോയി ഇങ്ങനെ സംസാരം കേൾക്കുന്നു, തെലൂടെ പ്രാന്തായല്ലോ, ഇത്ര മതി. അതായത് നമ്മൾ ചിലപ്പോൾ എല്ലാ സമയത്തും ചിന്തിക്കുന്നില്ല. ഒരു 4-5 അഭിപ്രായം കൂടെ കേൾക്കുമ്പോഴത്തേക്കാ ഇതെന്താ കുറ്റി ആകെ പണ്ടാര, ഞാൻ അങ്ങോട്ട് പോവുക, അങ്ങനെ ഒരു നിസാരവൽക്കരിക്കുന്ന സ്വഭാവം നമുക്കും ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇരുന്നുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കൂടെ അങ്ങനെ അതിനർത്ഥം ജസ്റ്റ് പോലും സലാം പറഞ്ഞാൽ മടക്കണ്ടെന്നോ, ജസ്റ്റ് അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോകണ്ട ഒന്നുമല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം, സൗഹൃദ ബന്ധം നമുക്ക് നേരത്തെ മുമ്പുള്ള പോലെ തന്നെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് നമ്മളെ ശേഖനോടുള്ള നമ്മളെ ബന്ധത്തിനെ മുറിച്ച് കളയാൻ കാരണം. അപ്പം ഇത്തരം ആളുകളെ അങ്ങനത്തെ ആളുകൾ നമ്മളെ ത്വരീക്കത്തൊക്കെ വിട്ട് പോകുന്നുണ്ട്. നമുക്ക് അവരോട് വിദ്വേഷമൊന്നുമില്ല. നമുക്ക് അള്ളാഹ്, കാരണം ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ് രണ്ടും അവസ്ഥയുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുകയും വേണം, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുകയും വേണം. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക എന്ന് പറയുന്നത് അള്ളാഹ് സ്നേഹിച്ചവരൊക്കെ സ്നേഹിക്കലാണ്. അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക എന്ന് പറയുന്നത് അള്ളാഹ് വെറുത്തവരൊക്കെ വെറുക്കലാണ്. അപ്പോ അള്ളാഹിന്റെ ഒരു വലിയ നാദാനി വലിയ നാദൻ ബിൽ ഹർബ് കാരണം അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കുന്നു, സ്നേഹിക്കുന്നവരോട് യുദ്ധം പ്രഖ്യാപിക്കും. സ്നേഹിക്കുന്നവരോട് യുദ്ധം പ്രഖ്യാപിക്കുമല്ലോ, അള്ളാഹ് വെറുക്കുന്നവരോട് യുദ്ധം പ്രഖ്യാപിക്കുള്ളൂ. അപ്പൊ അള്ളാഹ് വെറുക്കുന്നവരോട് നമ്മൾ നല്ല സമീപനാണെങ്കിൽ അതെങ്ങനെ ബോധഫില്ലാവണത്? അതിനർത്ഥം എല്ലാവരെയും വിദ്വേഷം വെക്കാനും വൈരാഗ്യം വെക്കാനും അവരെ പറ്റി മോശം പറയാനും നമ്മൾ ഓടി നടക്കണം എന്നല്ല. നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാല് വിദ്വേഷം വെക്കേണ്ട സ്ഥലത്ത് വിദ്വേഷം വെക്കണം. അപ്പം നമ്മളെ ത്വരീക്കത്തിലെ ബയ്യത്തും നമ്മളെ അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നമ്മളെ നിസ്സാരവൽക്കരിക്കുക. എല്ലാപ്പോഴും ആൾക്കാർ നല്ല മാർഗത്തിനൊക്കെ തുടക്കത്തിൽ ആൾക്കാർ കുറച്ച് തന്നെ ഉണ്ടായിരുന്നു. ആ കുറച്ച് ആൾക്കാരെ വലിയ ആൾക്കാരുമായിട്ടു.
വലിയ ആൾക്കാർ ഇപ്പൊ നമ്മള് സഹാബാക്കളെ ചരിത്രം വെച്ചാൽ ആദ്യം വന്ന ആൾക്കാരല്ലേ വലിയ ആൾക്കാർ നമ്മൾ പറയണേ. ഇപ്പൊ മക്കാഫത്തതിനൊക്കെ ശേഷം വന്ന സഹാബാക്കളെ ഇത്ര പേര് നമ്മൾ അനുസ്മരിക്കാറുണ്ട്. ബദരീങ്ങൾ അനുസ്മരിക്കും. അസാബിഖൂനൽ അവ്വലീന മിനൽ മുഹാജിരീന വൽ അൻസാർ അല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹു പറഞ്ഞ, അതായത് ആ സംഭവത്തിൽ എല്ലാം ഉണ്ട്. വേറെ ഹദീസ് കാണാം, നിങ്ങൾ ഒന്നെങ്കിൽ ആലിമാവണം, അല്ലെങ്കിൽ മുതഅല്ലിം ആവണം, അല്ലെങ്കിൽ വേറെ ഒന്നുണ്ടല്ലോ മൂന്നാമത്തെ വിഭാഗം ഇഷ്ടം വെക്കുന്നവരാണ്. നാലാമത്തെ വിഭാഗം ആയിരുന്ന ഹദീസുണ്ട്. ഈ 3 വിഭാഗം ആവണം, 4ാമത്തെ വിഭാഗം ആകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ കണ്ട പോലെ. അതേപോലെ ദിക്റിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞായിട്ട് ഹദീസ്, അതായത് ആഖിറാണ് അങ്ങനെ. അതായത് ഈ ഇതേ സംഭവമാണ് ഇത്. അസാബിഖുൽ അവ്വലീന മിനൽ മുഹാജിരീന വൽ അൻസാർ അല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അതായത് അസാബിഖിൻ അവ്വലീന, മുൻകടന്നവർ, തുടക്കത്തിൽ മുൻകടന്ന ആളുകൾ ആരൊക്കെയാണ്? അവര് മുഹാജിരീങ്ങളും അൻസാരികളും. മുഹാജിരീങ്ങൾ എന്നല്ല, ഹിജറ ചെയ്തവർ. ഹിജറ ചെയ്യുക എന്ന സാധനം കൊണ്ട് മൊത്തം അവർ മുഹാജിറാവും. ഇന്നമൽ അമാലു ബിന്നിയാത്ത് പറഞ്ഞ ഹദീസില്ലേ, നിങ്ങൾ നിയ്യത്ത് കൊണ്ടാണ് നിങ്ങളുടെ അമലുകളുടെ സ്വീകാര്യത വരുന്നത്. ആ ഹദീസിന്റെ തൊട്ട് അപ്പുറത്ത് വിശദീകരിക്കുന്ന എന്തിനെ പറ്റിയാ? അല്ലെങ്കിൽ ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുമാണ് ഹിജറ ചെയ്യുന്നതെങ്കിൽ അവന് എവിടേക്ക് തന്നെ എത്തിയിട്ടുള്ളത്? അള്ളാഹുവിന്റെ ദിവസങ്ങളിലേക്കാണ്. ഇനി ആരെങ്കിലും പെണ്ണിനെ തേടിയിട്ടാണ് പോകണമെങ്കിലോ അവൻ പോയത് എന്തിനാ? അവൻ ഉദ്ദേശിച്ച സ്ഥാനത്തിലേക്കാണ്. അപ്പൊ മദീനത്തേക്ക് പോയി എന്നുകൊണ്ട് എന്താവൂല? മുഹാജിറാവും. മുഹാജിറാവണം എന്തുകൊണ്ട്? ആ പോക്കിൽ അള്ളാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ മുഹാജിർ എന്ന് പറയുന്ന ആരാണ്? അള്ളാഹുവിലേക്കും റസൂലുള്ളാഹിലേക്കും ഹിജറ ചെയ്തവർ. നമ്മൾ അതിന്റെ യഥാർത്ഥമായ അർത്ഥത്തിലേക്ക് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും, അവരാണ് അള്ളാഹിന്റെ ആരിഫീങ്ങൾ. അൽ മുഹാജിരീൻ, അള്ളാഹിലേക്ക് ഹിജറ ചെയ്തവരാരാണ്? അള്ളാഹിന്റെ ആരിഫീങ്ങളാണ്. അൽ അൻസാർ, അൻസാർ എന്ന് പറഞ്ഞാൽ അവരെ സ്വീകരിച്ചവരാണ്. മുഹാജിരീങ്ങളെ മുഹാജിരീങ്ങൾ എങ്ങനെയാണ് അൻസാരിങ്ങൾ സ്വീകരിച്ചത്? അവരെ സ്വത്തുകളൊക്കെ കൊടുത്തിട്ട്, സ്വന്തം ഭാര്യമാർ, 4 ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യമാരൊക്കെ ആരെങ്കിലും സ്വന്തം ഭാര്യനെ വേറെ കെട്ടിച്ചു കൊടുക്കും. എത്ര സ്നേഹം ഉണ്ടായാലും. അപ്പോ ഈ അവരെ സ്നേഹിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു എന്നുള്ള. അപ്പോ ഈ അൻസാരിങ്ങൾ ആരാണ്? ഈ ഔലിയാക്കന്മാര് പിന്തുടർന്ന ആൾക്കാർ. അപ്പോ ഈ അള്ളാഹിന്റെ ആരിഫീങ്ങളാവണം എന്നില്ല ഓരോ പിന്തുടർന്ന എല്ലാവരും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, കാലു ബല എന്ന് പറഞ്ഞ ആൾക്കാര് മുൻനിരയുള്ള അള്ളാഹിന്റെ ആരിഫീങ്ങളാണ്. ശേഷമുള്ളവരാരാ? ഓര് പറഞ്ഞു ചേച്ചി പറഞ്ഞവരാ. അപ്പൊ അവിടെ എന്തുണ്ട്? അതിന് ശേഷമുള്ള വിഭാഗം ഉണ്ടല്ലോ. അപ്പോ രണ്ടാമത് എന്താ? മുഹാജിർ അൻസാറാണ്. അല്ലദീന തബഉഹും ബിഇഹ്സാൻ, അതായത് അവരെ ഇഹ്സാൻ കൊണ്ട് പിന്തുടർന്ന ആൾക്കാർ. മൂന്നാമത്തെ വിഭാഗമായി റളിയല്ലാഹു അൻഹും വറദു അൻഹു. അപ്പൊ അള്ളാഹു റളിയല്ലാഹു അൻഹു പറഞ്ഞ അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു. യഥാർത്ഥത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ട ആൾക്കാരാരാണ്? യഥാർത്ഥത്തിൽ അൻസാരി അല്ല മുഹാജിരീങ്ങളാണ്. അള്ളാഹിന്റെ ആരിഫീങ്ങളെയാണ് അള്ളാഹു അങ്ങോട്ട് തൃപ്തിപ്പെട്ടത്. അൻസാർ റളു അൻഹും, അവർ അള്ളാഹിനെ തൊട്ട് തൃപ്തിപ്പെട്ട ആൾക്കാരാരാണ്? അവര് പിന്നെ ആ ആരിഫീങ്ങളെ സ്വീകരിച്ച ആൾക്കാർ, അള്ളാഹിനെ തൊട്ട് തൃപ്തിപ്പെട്ടു. അപ്പൊ അൻസാർ. അപ്പൊ ഇതാണ് ദീൻ എന്ന് പറയുന്നത്. ദീന് ഈ മുഹാജിറും അൻസാറും അവരെ സ്നേഹിച്ചവരൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. മുഹാജിറും അൻസാറും അവരെ സ്നേഹിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ആലിമും മുതഅല്ലിമും അവരെ സ്നേഹിച്ചവരെന്ന് പറഞ്ഞാൽ, ആലിമ് പറഞ്ഞാല് ആലിം നമ്മൾ പറയാ, ഈ ആലിമ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമ്മൾ ശരീഅത്തിന്റെ ഇൽമ അല്ലല്ലോ ഇതിനോട് ഉദ്ദേശിക്കുന്നത്. ശരീഅത്തിന്റെ ഇൽമ അല്ല ഇതിന്റെ മാനമാണ്. ശരീഅത്തിന്റെ ഇൽമ അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ആലിമ് പറഞ്ഞാൽ അള്ളാഹിനെ അറിഞ്ഞവൻ തന്നെയാണ്. മുതഅല്ലിം എന്ന് പറഞ്ഞാൽ അവരെടുത്ത് നിന്ന് ഇൽമ പഠിക്കുന്നവനാണ്. പിന്നെ അവരെ സ്നേഹിച്ചവരുമാണ്. സ്നേഹിച്ചവരെന്ന് പറഞ്ഞാൽ ഈ മാർഗത്തിലേക്ക് വരൂല അവർ. ഇത് അവർ ഈ മാർഗത്തിലേക്ക് വരും. എന്നാൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാരായി. അപ്പൊ എന്നാൽ 4ാമത്തെ ഒരു വിഭാഗം ആവരുതെന്ന് വിശ്വാസങ്ങൾ പറഞ്ഞു. 4ാമത്തെ ഒരു കാറ്റഗറിയിലേക്ക് ആവാൻ പാടില്ല. ഇതിലൊന്നും പെടാത്ത ആവാൻ പാടില്ല. ഇതിലൊന്നും പെടാത്ത ആൾക്കാർ ഇതിൽ ശത്രുക്കളും ആവേ. ഇത് പെടാത്ത ആൾക്കാരനെ പെടാത്ത എങ്ങനെ നിൽക്കാൻ പറ്റുക? 4ാമത്തെ ഒരു വിഭാഗത്തിൽ എങ്ങനെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുക? ഒന്നെങ്കിൽ പിന്നെ ഓൻ ആരിഫായിരിക്കും, അല്ലെങ്കിൽ ആരിഫീങ്ങളെ പിന്തുടർന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഇവരൊക്കെ സ്നേഹിച്ച 3ാമത്തെ ഒരു വിഭാഗമായി. 4ാമത്തെ ഒരു വിഭാഗം എങ്ങനെ ഉണ്ടാവും? ഉണ്ടാവും അവിടെ ഉണ്ടാൻ പറ്റൂല. അതുണ്ടെങ്കിൽ അവരാരായിരിക്കും?
അള്ളാന്റെ ശത്രുക്കളായിരിക്കും. അപ്പൊ ഈ ഒരു കാറ്റഗറിയിലേക്ക് ആവുക എന്നുള്ളതാണ്, അതായത് ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ആവുക എന്നതാണ് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്ന് പറയുന്നത്. അത് എല്ലാ കാലത്തും ഉണ്ട് ആ ദീൻ. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിലും ഇബ്രാഹിം തങ്ങളുടെ വിഷയത്തിലും അഹമ്മദ് തിജാൻ തങ്ങളെ പിന്നെ അഹമ്മദ് തിജാൻ തങ്ങളും അവര് പ്രതിനിധാനം ചെയ്യുന്ന ആരിഫീങ്ങളെ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, അവരെ പിന്തുടർന്ന ആൾക്കാരുണ്ടാവും, അവരെ സ്നേഹിച്ച ആൾക്കാരുണ്ടാവും. അതിന്റെ അപ്പുറത്ത് വേറെ വിഭാഗത്തിന് ചാൻസ് ഇല്ല. വേറെ വിഭാഗം ഉണ്ടെങ്കിൽ എന്താണ്, അവർ വരെ ശത്രുക്കളായിരിക്കും. അവരെ ശത്രുക്കളാണ്. അവർ മുസ്ലിമിന്റെ പേരുണ്ടെങ്കിൽ പോലും അവർക്ക് ഈമാൻ കിട്ടൂല. ഈമാൻ കിട്ടാന്ന് കുറെ മുസ്ലിം ആയവർക്ക് ഈമാൻ കിട്ടും. ഇപ്പൊ തീജാനികളുടെ പേരിലൂടെ ഒരാൾ തീജാനിയാവും. തീജാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജീവിതകാലത്ത് നമ്മൾ ഇടുന്ന പേരിനെ അല്ല തീജാനി എന്ന് പറയും. നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അവസ്ഥനെ. ഇപ്പൊ ഞാനിതൊക്കെ വായിൽ പറഞ്ഞിട്ട് ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് തീജാനി ആവാതെ മരിക്കാം, അള്ളാഹു ആക്കട്ടെ. അതേപോലെ അതേ സമയത്ത് എന്നെ എതിർത്ത് നടക്കുന്ന വേറൊരാളെ അള്ളാഹു എന്ത് ചെയ്യാം, മരിക്കുന്ന സമയത്ത് തീജാനം. നമ്മള് 99 ആളെ കൊന്ന ചരിത്രം കേട്ടില്ല. അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 99 ആളെ കൊന്നു. ഒരു പണ്ഡിതനോട് പോയി ചോദിച്ചത്, ഞാൻ ഇത്രയൊക്കെ തെറ്റാ, എനിക്ക് അങ്ങനെ അള്ള പുത്തരാണ്. അപ്പൊ മുപ്പര് ഓനെയും കൊന്നു. അപ്പൊ 100 ആളായി. പിന്നെ വേറൊരാളോട് ചോദിച്ചപ്പോ മുപ്പര് പറഞ്ഞു, നിങ്ങൾ സ്ഥലത്തേക്ക് പോയിക്കോളി, അവിടെ കുറെ നല്ല ആൾക്കാരുണ്ട്. അപ്പൊ മുപ്പര് യാത്ര ചെയ്തപ്പോ അതിന്റെ വൈമധ്യേ മുപ്പര് മരിച്ച സമയത്ത് പിന്നെ എന്ത് ചെയ്തു, മലായിക്കത്ത് വന്ന് അദാബിന്റെ മലക്കുകളും റഹ്മത്തിന്റെ മലക്കുകളും തല്ലുപടി. ഇവരെങ്ങനെയാണ്, കാരണം മുന് നന്മ ഒന്നും ചെയ്തില്ലല്ലോ. നന്മ ചെയ്താലല്ലേ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ പിന്നെ അള്ളാഹു തീരുമാനം പറഞ്ഞു, ഏറ്റവും കൂടുതൽ അകലം എങ്ങോട്ടാണോ അതിനനുസരിച്ച് എടുക്കാൻ. ഇപ്പൊ ലക്ഷ്യം വെക്കുന്ന ആ ഒരു നല്ല മനുഷ്യന്മാരുടെ മാർഗമാണ്, ആ സ്ഥലത്തേക്കാണല്ലോ. അവിടേക്ക് അകലം കുറവാണെങ്കിൽ അങ്ങനെ ഇപ്പൊ റഹ്മത്തെടുത്തു. ശരിക്കും അകലം എവിടേക്കും കൂടുതലും അറിയും. ആ നല്ല സാലിഹ്യങ്ങളെടുത്തേക്ക് അതിന്റെ അകലം കൂടുതൽ. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു, മൂപ്പരോടുള്ള റഹ്മത്തോണ്ട് അത് ചുരുക്കി കൊടുത്തു. അപ്പൊ മലായിക്കത്ത് തളർന്നപ്പോൾ കുറച്ചേ ഉള്ളൂ, ഇത് കൂടുതൽ. അപ്പൊ മൂപ്പര് റഹ്മത്തിന് മലക്കളെ. ഇവിടെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ പറയുക, ഈ മൂപ്പരെയും ഈ പണ്ഡിതനെയും ഒന്ന് താരതമ്യം ചെയ്തു. ഈ പണ്ഡിതൻ എന്തായി, നരകത്ത് പോയി. മൂപ്പരോ സ്വർഗത്ത് പോയി. പണ്ഡിതന്റെ ജീവിതം എന്തായിരിക്കും, ജീവിതത്തിലുടനീളം മൂപ്പര് ഇബാദത്തും താബോധലും പറഞ്ഞൊടുക്കലും നിസ്കാരം ഇതല്ലേ. അവിടെ ഒരു പണ്ഡിതൻ. ഇപ്പൊ നമ്മളെപ്പോലെ അടുത്ത് വന്നിട്ട് ഒരാള് പണ്ഡിതനെ സമീപിച്ചു, അവനെ കൊന്നു പറയും. ഒരു ഭാഷ സമീപിച്ചു, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ സമീപിച്ചല്ലോ. പണ്ഡിതൻ എന്ന് പറയണതിന്റെ അദ്ദേഹം അത്രയും ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടെടുക്കുന്ന ആളാവല്ലോ. പക്ഷെ അദ്ദേഹം ഈ ഒരു നിമിഷത്തെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തടഞ്ഞതുകൊണ്ടില്ല. ആ തപ്പനത്തൊന്നും റഹ്മത്തില്ല അല്ല പറയുന്നത്. നിങ്ങൾ അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശനാവരുത്. അപ്പൊ അള്ളാഹിനെ തൊട്ട് നിരാശനാവുന്ന ഒരു അവസ്ഥയിലേക്ക് വേറൊരാൾ എത്തിച്ചാൽ തന്നെ നമുക്ക് കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിന്റെ എസൻസ് അതാണ്. നമുക്ക് അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശ ഉണ്ടാവാൻ പാടില്ല. വേറൊരാൾ അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശ ആവുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഈ പ്രവർത്തനങ്ങൾ ഇപ്പൊ ഒരാൾ തൊരീക്കത്ത് ഒഴിവാക്കാം. തൊരീക്കത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട്, എന്താ ഈ ഒഴിവാക്കല്? ഇപ്പൊ എന്താ ഞാൻ തൊരീക്കത്തിലൊന്നുമില്ല, ഞാൻ ദിക്റു സലാത്ത്. പിന്നെ ഈ ഉള്ളി വന്നിട്ട് എന്താ പരിപാടി? ഇതിന്റെ ഉള്ളിൽ വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ, ദിക്റു സലാത്ത് തന്നെ അല്ലേ. അത് ആ സംസാരം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞാല് നമ്മൾ അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശ ആയതുകൊണ്ടാണ്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്ത് നമുക്ക് വേണ്ട, നമുക്ക് എന്തോ മതി, ഈ അമലുകളൊക്കെ മതി. അതിന്റെ അവസ്ഥയിൽ നമ്മൾ എത്തിയ ഏത് അവസ്ഥയിൽ തന്നെ, ആ നേരത്തെ പണ്ഡിതന്റെ അവസ്ഥയിൽ തന്നെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ആ അമലുകൾ നമുക്ക് ഉപകാരം ചെയ്യുന്നില്ല? ഉപകാരം ചെയ്യാത്തത് എന്താണ്? ഈ അമലുകൾക്ക് ഒരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടും. ആ ലക്ഷ്യമുണ്ട് എന്നുള്ളത് പറയാം, അതിലും കൂടെ എത്തി. ഇപ്പൊ എന്താ നമ്മള് നിസ്കാരം, നോമ്പ്, നിസ്കാരത്തിന് അതിലങ്ങോട്ട് ഉഷാറാവണം. എന്നിട്ട് ആ ഉഷാറായ ആൾക്കാർ അങ്ങനെ ഉഷാറായി. എന്നിട്ട് എന്താ ലാസ്റ്റ് നമ്മുടെ നാട്ടിൽ എല്ലാ മോശം പ്രവർത്തനങ്ങളുള്ള ആളായിരിക്കും നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്ന ആൾ. എങ്ങനെ ആ ഒരു വൈരുദ്ധ്യം ഉണ്ടാവണം? ആലോചിച്ച് നോക്കി. 5 വക്ത് നിസ്കാരം ജമാഅത്ത് നിസ്കരിക്കുന്ന ആൾ, നോമ്പൊക്കെ കറക്റ്റ്, ഹജ്ജ് 10 പ്രാവശ്യം ചെയ്തിട്ട് ഓനായിരിക്കും നാട്ടിലെ ഏറ്റവും മോശം സ്വഭാവം ഉണ്ടാവുന്നത്. എങ്ങനെ ആ സ്വഭാവം ഉണ്ടാവണം? അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഈ അമലുകളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഓന്റെ ചിന്ത ഒന്നില്ല, അതൊക്കെ അതിലൊതുങ്ങി. വിശേഷങ്ങളൊരു ഹദീസുണ്ട്. നാളെ പരലോകത്ത് അള്ളാഹു ആദ്യം ചോദ്യം ചെയ്യണ്ട നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്? നിസ്കാരത്തിനെ കുറിച്ച്. അത് അങ്ങനെ ഒരു ഹദീസുണ്ട്. വേറൊരു ഹദീസ്, നാളെ പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നമ്മുടെ സ്വഭാവത്തെ കുറിച്ച്. നിസ്കാരം അള്ളാഹുമായിട്ടുള്ള നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്വഭാവത്തിൽ ആദ്യം ചോദിക്കുക എന്താണ്? നിസ്കാരത്തെയാണ്.
എന്നാൽ ആ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തിനെയാണ്? സ്വഭാവത്തിനെയാണ്, ഒലുക്കിനെയാണ്, നമ്മളെ പെരുമാറ്റത്തിനെയാണ്. അപ്പൊ നിസ്കാരം കൊണ്ട് നമുക്ക് പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നിസ്കരിച്ചില്ല എന്നതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു നിസ്കാരക്കാരനാണെങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ല അവരെ നല്ല മോമിനീങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആയത്തിന്റെ മറന്നുപോയി. അതായത് അവർ ഇബാദത്ത് ചെയ്യുന്നവരാണ്, തല താഴ്ത്തുകൊണ്ട് ഭൂമിയിൽ വിനയാന്യതനായി. ആ ആയത്തെന്താ? വിനയാന്യതനായി നടക്കുന്നവരാണെന്ന് പറഞ്ഞില്ലേ? ഇന്നിപ്പോ നിസ്കാരക്കാരെങ്ങനെ നടക്കുക? ഞാനൊരു 10 വെക്കാൻ, ഞാൻ 5 ജുസു ഖുർആൻ ഓതി, ഞാൻ ഇങ്ങനെ ഒരു സമീപനം നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്ന് വിട്ടുപോയോണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാല്, നമ്മൾ ഈ പണ്ഡിതനെയും ഈ ആളെയും പഠിച്ചു വെച്ചാൽ നമ്മളെല്ലാ കണ്ടിട്ടുണ്ട്. ഈ പണ്ഡിതൻ എന്തായി ജീവിതത്തിലുടനീളം എല്ലാ പ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങളും അദ്ദേഹം ഒരു നിമിഷം അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് വേറെ ആള് നിശ്ചയിച്ചോടുകൂടി അവന്റെ കഥ കഴിഞ്ഞു. എന്നാൽ മറ്റേ ആൾ അള്ളാന്റെ റഹ്മത്തിന് പ്രതീക്ഷിച്ചിട്ടാണ് ഇയാൾ കൊല്ലുകയും ചെയ്തത്. അള്ളാന്റെ റഹ്മത്തിന് തടി ഇല്ലാന്ന് പറയാ ഇയാരുടെ ആ കൊല്ലലെന്താ ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷെ എന്നിട്ട് പോലും അള്ളാഹു അവന് പുറത്തു കൊടുത്തു. കാരണം എന്താ? ഓന് അള്ളാന്റെ റഹ്മത്തിന് പ്രതീക്ഷിച്ചു എന്നുള്ള കാരണം. അപ്പോ ഈ ആളെ സ്വർഗത്തിലും ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. നമ്മുടെ നാട്ടിൽ കാണുന്ന വലിയ ആൾക്കാരൊക്കെ നാളെ നരകത്തിൽ, നാട്ടിലെ ഏറ്റവും ലോക്കൽ ആൾക്കാരായിരിക്കും നാളെ സ്വർഗത്തിൽ ഉണ്ടാവും. നമ്മൾ അത്ഭുതപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. കാരണം അള്ളാന്റെ നഗറിൽ ഇതൊന്നല്ല ഉണ്ടാവുക. നമ്മൾ വിചാരിക്കുന്ന ഈ കാണുന്ന ആൾക്കാരൊന്നല്ല ചിലപ്പോൾ പരലോകത്തുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെ ത്വരീക്കത്തിന് ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക. ത്വരീക്കത്തിന് നമ്മൾ പറയാം ത്വരീക്കത്തിൽ കയറുക ബയ്യത്ത്, ത്വരീക്കത്തിന് പേരെന്നെ ഒഴിവാക്കിയാൽ പ്രശ്നം. ത്വരീക്കത്ത് തിജാനി ഒക്കെ എടുത്ത് ഒഴിവാക്കിയാണ്. ഇതെന്താ ഉള്ളത്? ഇസ്തിഗ്ഫാറല്ല, സലാത്തല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മള് വെള്ളിയാഴ്ച ഒരു നല്ലൊരു സമയത്ത് ഒരുമിച്ച് പോവുക, അള്ളാഹിനെ പറ്റി പറയാം, അള്ളാഹിലേക്ക് ക്ഷമിക്കുക, ദുനിയാവിന്റെ കാര്യങ്ങളൊന്നും. ഇതിനേക്കാൾ നല്ലൊരു ദീൻ എന്താ ഉള്ളത്? പിന്നെ നമ്മൾ ഒരു വാക്കുകൊണ്ട് പോലും അള്ളാഹിന്റെ ദുനിയാവിനെ പറ്റി പറയുന്നില്ല, ദുനിയാവിലേക്ക് ആരെയും ക്ഷണിക്കുന്നില്ല, അള്ളാഹിലേക്ക് മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ, ദിക്റിലേക്ക് മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ, സലാത്തിലേക്ക് മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ, അള്ളാഹിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാനേ ക്ഷണിക്കുന്നുള്ളൂ, ശരീഅത്തിന് മുറുകെ പിടിക്കാനേ ക്ഷണിക്കുന്നു. ഇതിനേക്കാൾ ഒരു വലിയ ദീന് ഈ ദീനിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഈ ദീനിന് ഒരാൾ സ്വീകരിച്ചിട്ട് എനിക്കെല്ലാം സുഖം കിട്ടുന്നില്ല, എന്തിനാ പിന്നെ ഒരു സുഖം? അങ്ങനെ കള്ളുടിയന്മാര് കള്ളുടി 2 ദിവസം ഒഴിവാക്കിയത് സുഖമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അവൻ ചോദിച്ചു ദീൻ ഒഴിവാക്കാൻ പറ്റും? ഒരാൾ കള്ളുടി എന്നും കള്ളുടിയാ. അപ്പൊ ആ കള്ളുടിയൊക്കെ കഴിഞ്ഞ് 2 ദിവസം നിസ്കാരമൊക്കെ തുടങ്ങിയ ശേഷം ചില ആൾക്കാർ ഏറ്റവും ഈ വിവരമില്ലാത്ത ആൾക്കാർ പറയുന്ന വർത്താനം ഉണ്ടാവും, ഞാൻ 2 ദിവസം എനിക്ക് സുഖം കിട്ടുന്നില്ല. അപ്പൊ എന്താ ഈ കള്ളുടിയന്മാരൊക്കെ കള്ളുടിയൊക്കെ ഒഴിവാക്കി നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാല് 2 ദിവസമൊക്കെ അവർക്കൊരു പ്രയാസമായിരിക്കും, എനിക്ക് സുഖം കിട്ടില്ല. അപ്പൊ പിന്നെ വീണ്ടും കള്ളുടിയിലേക്ക് പോകാൻ പറ്റും. അതേപോലെ ഈ സുഖമില്ലാത്ത എന്താ അറിയോ? അവരെ ഇത്രയും കാലത്ത് സുഖം എന്തായിരുന്നു? ഈ അമലിന്റെ മുകളിലുള്ള ചിലപ്പോൾ വലിയ അമലുകാരായിരിക്കും. ആ അമലിനെ പറ്റി ഇമാം ഗസാലിയാണെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ട്, ഓർമ്മയില്ല, കറക്റ്റ് പേരല്ലോ. വലിയ മഹാൻ പറഞ്ഞിട്ടുണ്ട്, അവര് അമലിന്റെ ഭാണ്ഡവുമായി പോയി നടക്കാൻ പ്രയാസപ്പെട്ട നടക്കുന്ന ആൾക്കാരായിരിക്കും. അമലിന്റെ ഭാണ്ഡവുമായി കയറി എത്തുന്ന ആൾക്കാർ. അത് ഇതെങ്കിലും ഇറക്കി വെച്ച സമാധാനം ഉണ്ടാവുക. കാരണം 10,000 സ്ഥലത്ത് ഡെയിലി 20,000 സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരായിരിക്കും. ഞാൻ അതിനൊന്നും നിസാരപ്പെടുത്തല്ലോ കേട്ടോ. അത് നിസാരപ്പെടുത്താൻ അവർക്ക് അതിനൊക്കെ പ്രാധാന്യം എപ്പോഴാണ് വരിക? അതിൻ്റെ ഒക്കെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി അത് ചെയ്യുമ്പോൾ. ഞാൻ കുറെ സലാത്തിന്റെ ആള് ദിക്റിന്റെ ആള് ഒന്നും കാര്യമില്ല. സലാത്തിന്റെ ആളായതുകൊണ്ട് ഓനിപ്പോ നമ്മള് സലാത്തില്ല എല്ലാം കിട്ടും അങ്ങനെ നമ്മൾ പറയാൻ എന്താ പറയാ, സലാത്തില്ല പ്രശ്നമില്ലേ, അതിനൊക്കെ പ്രതിഫലം അള്ളാഹ് രേഖപ്പെടുത്തും. ഈ പ്രതിഫലം അള്ളാഹ് രേഖപ്പെടുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫലം എന്താ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രതിഫലം ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹിന്റെ ഒരു മാർഗത്തിലേക്ക് എത്തിക്കാന്നല്ല. ഒരാൾ കുറെ സ്വലാത്തില്ലിട്ട് അള്ളാഹിന്റെ മാർഗത്തിലേക്ക് എത്തി, എന്നിട്ട് അത് ഒഴിവാക്കി പിന്നെയും സ്വലാത്തില്ലുണ്ട കാര്യം. പിന്നെ ഈ സ്വലാത്ത് കൊണ്ട് അള്ളാഹ് സ്വീകരിക്കൂല. നമ്മൾ സ്വലാത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നത് വെച്ചിട്ട് നാളെ ഓരോരുത്തരെയും പോയിട്ട് നമ്മൾ ഇന്ന ആള് അങ്ങനെയല്ല എന്ന് പറയാം. ഞാൻ പൊതുവിലൊരു കാര്യം പറയാം. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാലും ഇപ്പൊ നമ്മളെ ത്വരീഖത്തിൽ സ്വീകരിച്ച ഒരാളെ പോയി എന്നാ ഓൻ അള്ളാഹു ചിലപ്പോൾ നാളെ റഹ്മത്ത് കൊണ്ട് കൊടുത്തുനിന്ന് വരാം. നമ്മൾ ജനറലായി പറയണം, ഇപ്പൊ നാളെ അള്ളാഹു കഴിച്ചിലാക്കി വരാം. പോയാലും മുഴുവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാലാണെന്നും അങ്ങനെ ഒരു അഭിപ്രായം നമ്മൾ പറയാൻ പോകണ്ട. നമ്മൾ പറഞ്ഞ ദീനിന് പുറത്തായ ഇതിനൊക്കെ സംഭവം ഉണ്ട്. ത്വരീഖത്തിന് പുറത്തായ അത് നിങ്ങളായണോ ഇല്ലയോ നിങ്ങൾ പരിശോധിച്ചാൽ മാത്രം, നമുക്കൊരു വിഷയമൊന്നുമില്ല. കാരണം ഇതുകൊണ്ട് ഇത് മുറിച്ചു കഴിഞ്ഞാലും കുഴപ്പം നമുക്കല്ല. അപ്പൊ ആരെങ്കിലും ബയ്യത്ത് മുറിച്ചാൽ നമുക്കാ കുഴപ്പം? നമുക്ക് എന്ത് കുഴപ്പം? നമ്മൾ ഇത് ബയ്യത്ത് ചെയ്തിട്ടുള്ളത് അള്ളാന്റെ ദീനെ മനസ്സിലാക്കാൻ നമ്മൾക്കറിയാനാണ്. ഇപ്പൊ നമ്മൾ വേറെ ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് കൊണ്ടെടുക്കും. അതേസമയം വേറൊരാൾ വന്ന് ഓൻ മുറിച്ചു പോയാൽ ആർക്കതിന്റെ പ്രശ്നം? ഓൻ തന്നെയാണ്. അത് കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കും. അത് മനസ്സിലാവണില്ലെങ്കിലോ ഓനോന്റെ വഴിക്ക് പോവാ, ഓൻ അനുഭവിക്കാന്നല്ല. ഇപ്പൊ എന്നാൽ രസം എന്താ പറഞ്ഞു കഴിഞ്ഞാല്
എന്റെ അറിവിൽ ഇത് ഒഴിവാക്കി പോയവരൊക്കെ ദീൻ ഒഴിവാക്കി പോയ പോലെ തന്നെ നമ്മൾ കണ്ടിട്ട്, ഒന്നെങ്കിൽ ദീൻ ഒഴിവാക്കി പോയാലും, അല്ലെങ്കിൽ ഭ്രാന്തന്മാര്, അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ അവസ്ഥ എത്തിയാലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒന്നിലൊരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ. എപ്പോഴും യുക്തിവാദികളെ പോലെ ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമേ ഇത് ഒഴിവാക്കിയവരെ പോയി കണ്ടു. എന്നാൽ രസം എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം ഇനി പറയാണ്ട് പ്രശ്നമില്ല. ഒരാൾ ഒരു കാരണമില്ലാതെ എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞു പോകാൻ എന്താ അതിന്റെ അവസ്ഥ? അള്ളാഹു കാക്കട്ടെ. കാരണം നമ്മള് ഞങ്ങൾ ഞാൻ ചിന്തിക്കാനുണ്ട്, നമുക്ക് ഈ ദീന് കൊണ്ടെടുക്കുന്ന റാത്തൊന്നുകൊണ്ട് അറിയാം, നമുക്ക് ഈ ദീന്റെ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വന്നില്ല. സഹാബാക്കളെ കാലഘട്ടത്തിലാണെങ്കിൽ ആരെങ്കിലും ദീൻ കൊണ്ടെടുക്കുന്ന റാത്ത് അറിയും, പിറ്റേന്ന് അടികൊള്ളേണ്ടി. പിന്നെ ഉമറുള്ളാനും ദീൻ കൊണ്ടുവന്നിട്ട് മൂപ്പര് ആരാണ് ഇവിടെ ഞാൻ എന്നെ നിസ്കരിക്കാനും നോമ്പ് നോക്കാനൊക്കെ എന്നെ എതിർക്കാറുള്ളത്, ഞാൻ പോയി കാണിച്ചു തരാമെന്ന് കാബ പോയിട്ട് മൂപ്പര് നിസ്കരിച്ചു. മൂപ്പർക്ക് അടിയിട്ടിട്ട് ബോധം കെട്ടു. ഉമറുള്ളാനും ബോധം കെട്ടു വെക്കുന്ന എമ്മാരി ടീം അടിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓൾക്ക് ഡെയിലി അടി കിട്ട്, പല്ല് തെറിക്കുക, പിന്നെ ചോരയെ കുളിച്ച് ബോധം കിടവും. അബൂബക്കറിനൊക്കെ അടി കിട്ടി ബോധം കെട്ട് വീണിട്ട് എത്ര നേരം ബോധം കെട്ട് വീണ്. ഇങ്ങനൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി നമ്മൾ പറയും ഇത് വലിയ സുഖമുള്ള പരിപാടിയാണ്. കാരണം നമുക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. നമുക്ക് എന്താണല്ലേ, നമ്മൾ ആഴ്ചക്ക് രസം. നമ്മളിപ്പോ ഇവിടുന്ന് ഇങ്ങനെ നിസ്കാരം, നോമ്പ്, ദിക്ർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാട്ടുകാരൊക്കെ അവിടെ ഒരാളുണ്ട് സുഹൈല്, ഭയങ്കര ഇബാദത്താണ്, ഭയങ്കര ദിക്റാണ്, നോമ്പാണ്. അപ്പൊ കുറെ ആൾക്കാർ നമ്മൾ ഭക്തര് വരും, കുറെ ഭക്തർ നമ്മൾ കൈകുത്താൻ ആൾക്കാരായി. നമുക്ക് കുറെ വാട്സപ്പിൽ നമ്മൾ പ്രകടിപ്പിക്കാനാവും. 20,000 സ്ഥലത്തിൽ നിന്നാണ്, 30,000 സ്ഥലത്തിൽ നിന്നാണോ, ദിക്റിന്റെ ആളാണ്, വലിയ ആളാണ്. അതോടുകൂടി ഈ ദീൻ കൊണ്ടെടുക്കുന്ന നമ്മളിങ്ങനെ പൊന്തി ഇങ്ങനെ പോവുകയാണ്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കുന്നില്ല. അതേസമയം നമ്മൾ തെരീക്കത്തിലേക്ക് വന്നതോടുകൂടിയാ ഓൻ എന്താ എത്ര കേട്ടിട്ട് എന്താ കാര്യം, ഓൻ തെരീക്കത്തിലായി. അതോടുകൂടി പോയി. അല്ല ഞാൻ അങ്ങനൊന്നല്ല, ഞാൻ ഇപ്പോൾ ഭയങ്കര ഉഷാറായിട്ട് കാര്യമില്ല, ഈ തെരീക്കത്തിലായിരുന്നു, ആരും നോക്കൂല. അതോടുകൂടി നമുക്ക് എന്തായി, നമ്മൾ പിടിച്ചു താത്തലായി, നമ്മൾ ആരും പരിഗണിക്കാതായി. അപ്പം തന്നെ നമ്മൾ നഫ്സ് നേരത്തെ പറഞ്ഞ സുഖല്ലായിക തോന്നും. അത് ഏതുപോലെ ഇത് ഇങ്ങനെ വന്നിട്ട് സഹാബാക്കളുടെ കാലത്തൊക്കെ വന്നിട്ട് അടി അവരെ ഓമ്പത്തിന് ഞാൻ വിട്ടു, ഞാൻ ഈ പരിപാടിയെ വിട്ടു. കാരണം ഇതിനെന്ത് ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ എന്താണോ അതുപോലെ മുമ്പ് നമ്മൾ ആരാധിച്ച ദൈവങ്ങൾ എന്താ പ്രശ്നം, നമ്മൾ അള്ളാനെ ആരാധിക്കുന്നുണ്ടല്ലോ. ഒരു പറഞ്ഞ നമ്മളും കാബക്ക് തവാഫ് ചെയ്യുന്നുണ്ട്, നമ്മളും ഹജ്ജ് ചെയ്യുന്നുണ്ട്, നമ്മൾ അള്ളാനെ ആരാധിക്കും, നമ്മൾ കൂടെ ബാക്കിയുള്ളവർ കൂട്ടല്ല. അവൻ സാറിന്റെ കേസല്ല. ഇപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ വന്ന ഒരാളല്ല, വിഷയമല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഈമാൻ ബലഹീനമായ ആൾക്കാർ മറച്ചു വെച്ചിട്ട് പിൽക്കാലത്ത് ബയ്യത്ത് ചെയ്ത ആൾക്കാരുണ്ട്. ഓലെ നമ്മൾ മുൻനിരയുള്ള സഹാബാക്കൾ കൂട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു കുറവാണ്. നമ്മൾ മനസ്സിലാക്കിയ സാധനമല്ല യഥാർത്ഥത്തിൽ ദീൻ. അത് മനസ്സിലാക്കുന്ന വിശ്വാസങ്ങൾ സഹാബാക്കളെ ചിത്രപ്പോഴും മുമ്പിലുണ്ടായാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കും. അല്ലാഹു തആല നമ്മളെ ഹക്കായ ദീന് പിന്തുടർന്ന് ഈ ദീനിലായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു പരിശുദ്ധമായ മരണം വരെ നിലനിർത്തി തരട്ടെ. മരിക്കുമ്പോൾ ഒരു തിജാനിയായി തൗഫീഖ് തരട്ടെ. اللهم صل على سيدنا محمد الفاتح لما قال خاتم الهادي الى صراطك المستقيم وعلى اله وصحبه وسلم. سبحان ربك رب العزة عما يصفون، سلام الحمد لله.